ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റുമായിട്ടുള്ള ഫുൾ ചിക്കനാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ ചിക്കൻ കഴുകി വൃത്തിയാക്കി ഇതേപോലെ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇത്രയും കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതിലേക്ക് നമുക്ക് മസാലകൾ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടിയും പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാലയും 1/2 സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും 1 നാരങ്ങ പിഴിഞ്ഞതും കൂടെ ചേർക്കാം. ഇനി നമുക്കതിലേക്ക് 2 സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ചിക്കനിലേക്ക് നല്ലതുപോലെ നമുക്കത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അതിൻ്റെ ഉള്ളിലും എല്ലാം നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5-6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമുക്ക് ഗ്രേവിക്ക് വേണ്ടി 2 സവാള ചെറുതായി അരിഞ്ഞെടുക്കാം. പിന്നെ നമുക്ക് ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചക്കുത്തൊന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് സവാള ചേർത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഈ സവാളയൊന്ന് വരന്ന് കിട്ടാനുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു പരുവത്തിൽ നമുക്ക് വഴന്ന് കിട്ടിയാൽ മതി. അപ്പോൾ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചത് നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ചിക്കൻ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ആ പാത്രം കഴുകി ഒഴിക്കുന്ന ഒരു ശകലം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചിട്ട് ആദ്യം നമുക്കിത് തിള വരുന്നത് വരെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഈ തിള വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് തിരിച്ച് മറിച്ചു വിട്ട് കുക്ക് ചെയ്തെടുക്കണം. നല്ല തിളച്ച് ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ സൈഡിൽ കുറച്ച് ചാറ് എടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കതൊന്ന് കുക്ക് ചെയ്യാം. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് അതിൻ്റെ സൈഡിൽ ചാറൊക്കെ ഒന്ന് ഇതേപോലെ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് നല്ലപോലെ ചെറിയ തീയിലിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം. ഇതായിപ്പം കണ്ടോ എല്ലൊക്കെ നല്ലതുപോലെ വിട്ട് തുടങ്ങി. അപ്പം നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്ത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ അടിപൊളി ഫുൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്.
ഇത് പൊറോട്ടയുടെ കൂടെയും കുബൂസിൻ്റെ കൂടെയൊക്കെ നല്ല സൂപ്പറാണ്. അപ്പോൾ ഈ കിടക്കാച്ചി ഐറ്റം എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ കൂടെ പ്രസ് ചെയ്യണം. അപ്പം നമുക്ക് ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.